ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈസ് എ ബിൽ നെസസറി അറ്റ് ദ എയർപോർട്ട് ഫോർ ദ ഓസ്ട്രേലിയൻ കറൻസി നോട്ട്സ് എക്സ്ചേഞ്ച്ഡ് ഫ്രം ഇന്ത്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബില്ല് മാൻഡേറ്ററി അല്ല, പക്ഷേ $10,000 വരെ നമുക്ക് ബില്ല് മാൻഡേറ്ററി അല്ല, പക്ഷേ റെക്കമെൻഡഡ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ സമയം പോവാതിരിക്കാനും ഒക്കെ നിങ്ങൾ നേരായ രീതിയിൽ തന്നെയാണ് ആ പൈസ എക്സ്ചേഞ്ച് ചെയ്തെടുത്തെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനായിട്ട് ഒരു പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ നല്ലതാണ്. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു പ്രസൻറ്റ് എ കറൻസി എക്സ്ചേഞ്ച് റെസിപ്റ്റ് വെൻ ക്യാരിയിങ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ഇൻ ടു ഓസ്ട്രേലിയ, ബട്ട് ഇറ്റ്സ് അഡ്വൈസബിൾ ടു കീപ് ദ റെസിപ്റ്റ് ആസ് പ്രൂഫ് ഓഫ് മണീസ് ഒറിജിൻ. ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് $10,000 മോർ ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അതിൽ കൂടുതൽ കരുതാതിരിക്കുന്നതാണ് നല്ലത്, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാൻ. കാരണം ഇതെല്ലാം നിങ്ങളുടെ ഓരോ ഈ പാസഞ്ചർ ഇൻഫർമേഷൻ കാർഡൊക്കെ അവരെ ടിക്ക് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ 10,000 കൂടുതൽ ഡോളർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻസ് അങ്ങനെ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് റിസ്കി, മോഷണം പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് എ പാൻ കാർഡ് ഓർ ടാക്സ് റെസിഡൻസി ലെറ്റർ റിക്വയർഡ് ടു ഓപ്പൺ എ കോമൺവെൽത്ത് ബാങ്ക് അക്കൗണ്ട്? ഏത് ബാങ്ക് അക്കൗണ്ട് ആയാലും ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓസ്ട്രേലിയയിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, നമ്മൾ പാസ്പോർട്ടോ ഒരു പ്രൂഫ് ഓഫ് അഡ്രസ്സും, ഇത് രണ്ടുമേ ചോദിക്കുന്നുള്ളൂ. ടാക്സ് റെസിഡൻസി ലെറ്റർ ഇസ് നോട്ട് യൂഷ്വലി റിക്വയർഡ്, അല്ലെങ്കിൽ പാൻ കാർഡ് ആവശ്യമില്ല. ചിലരോട് ചോദിക്കാറുണ്ട്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഇറ്റ്സ് അഡ്വൈസബിൾ ടു ക്യാരി പാൻ കാർഡ് ആൻഡ് അതർ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആസ് റിക്വയർമെൻറ്റ്സ് ക്യാൻ വേരി എന്നുള്ളതാണ് പറയാറ്. നോർമലി പാൻ കാർഡ് ഇല്ലെങ്കിലും നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം നിങ്ങൾ സ്കാൻ ചെയ്ത് കയ്യിൽ കരുതണമെന്ന് ഞാൻ പറയാറുണ്ട്. പാൻ കാർഡ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ആധാർ, പാൻ കാർഡ്, ഈ 2 ഡോക്യുമെൻറ്റ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഒരു ഫോൾഡറിൽ മസ്റ്റായിട്ട് കരുതുക. അതുപോലെ പാസ്പോർട്ടും സ്കാൻ ചെയ്തിടുക. ഹാൻഡിയാക്കി വെക്കേണ്ട ഡോക്യുമെൻറ്റ്സിനകത്ത് വരുന്ന 4ാമത്തെ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ വിസയുടെ കോപ്പിയാണ്. ഗ്രാൻഡ് ലെറ്റർ ഉണ്ടല്ലോ, സബ് ക്ലാസ് 500, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ വാട്ട് എവർ വിസ, ഇതും സ്കാൻ ചെയ്ത് കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പ്രോസസ് ടു അപ്ലൈ ഫോർ TFN? ടാക്സ് ഫയൽ നമ്പർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഐ ബട്ടണിൽ കൊടുക്കാൻ ശ്രമിക്കാം. TFN ഓപ്പൺ ചെയ്യുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. 5-10 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ടാക്സ് ഫയൽ നമ്പർ ഇതുണ്ടെങ്കിലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സാലറി എംപ്ലോയർ ഇടുന്നത് ഈ ടാക്സ് ഫയൽ നമ്പറിന് എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെയാണ് സർക്കാരും ഒക്കെ നമ്മുടെ എത്ര മണിക്കൂർ ജോലി സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട് എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ മിനിമം വേതനം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ പറ്റുന്നത് ഈ ടാക്സ് ഫയൽ നമ്പറിന് എഗെയിൻസ്റ്റായിട്ട് പേയ്മെൻറ്റ് ഇടുന്നതിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ടാക്സ് ഫയൽ നമ്പർ എന്തായാലും എടുത്തു വെക്കുക. അത് എംപ്ലോയറെ ഷെയർ ചെയ്യേണ്ടതുമാണ് കേട്ടോ. ഓസ്ട്രേലിയയിലെ മിനിമം വേജിനെ പറ്റിയും ടാക്സബിൾ ആണോ പാർട്ട് ടൈം ഇൻകം തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെപ്പറ്റി ആൻസർ ചെയ്യാം. യെസ്, ഓസ്ട്രേലിയയിലെ പാർട്ട് ടൈം ജോബിലൂടെ ലഭിക്കുന്ന ഇൻകം ടാക്സബിൾ ആണ്. അപ്പോൾ അതിന് ടാക്സ് ലാബ് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആപ്ലിക്കബിൾ ആണ്. $18,000 വരെ ടാക്സ് ഫ്രീ ത്രഷോൾഡാണ്. പക്ഷേ ആദ്യമേ നമ്മൾ സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് ടാക്സിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ പേയ്മെൻറ്റ് തരുന്നത്. പിന്നെ ഇയർ എൻഡിൽ നമ്മൾ ടാക്സ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് $18,000 താഴെയാണെങ്കിൽ എന്ത് ടാക്സ് കട്ട് ചെയ്തോ ആ എമൗണ്ട് ഫുള്ള് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഇംബേഴ്സ് ചെയ്ത് തരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ടാക്സ് അതാത് വർഷം ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്യുന്നതിനും ഓൺലൈനായിട്ട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻറ്റിന് എടുക്കുക. മിനിമം $79 കൊടുത്താൽ ഒരു വർഷത്തെ ഫയൽ ചെയ്ത് തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ടാക്സ് ഫയലിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. 2 മിനിമം വേജ് $24.10, $24.10. ഇതാണ് ഓസ്ട്രേലിയയിലെ മിനിമം വേജ് ഫോർ 21 വയസ്സിന് മുകളിലുള്ളവർക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ റൈറ്റ്സ് കിട്ടുന്നുണ്ടോയെന്ന് മനസ്സിലാക്കുക. എംപ്ലോയർ അത് തരേണ്ടതാണ് നിങ്ങൾക്ക്. അതിന് താഴെയാണ് നിങ്ങൾക്ക് വേതനം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫെയർ വർക്ക് ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മിനിമം പേ കിട്ടേണ്ടതാണ്. ഫെയർ വർക്ക് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്. വേജ് റിലേറ്റഡ് തെഫ്റ്റ് നടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സംവിധാനമാണ്. ഇനി 16 വയസ്സ് തൊട്ടുള്ളവർക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ അണ്ടർ 16 ജോലി ചെയ്യാം. 13-ാം വയസ്സ് തൊട്ട് ഓസ്ട്രേലിയയിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ബാലവേല എന്ന് കണക്കാക്കുന്നില്ല കേട്ടോ. അതൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഓസ്ട്രേലിയയിൽ കാണുന്നത്. അപ്പോൾ എത്രയാണ് ആ പേജ് നോക്കാം. അണ്ടർ 18 പേ വരുന്നത് 36.8% ആണ്. $8.55 കൊടുക്കേണ്ടതുള്ളൂ. 16 വയസ്സായവർക്ക്
10.99, 17 വയസ്സായവർക്ക് 13.43, 18 വയസ്സാവുന്നവരാണ് സാധാരണ ഓസ്ട്രേലിയയിൽ വരുന്നത് അല്ലേ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. $15.87 18 വയസ്സുള്ളവർക്ക് മിനിമം പേ വാഗ്ദാനം ചെയ്യുന്ന. 19 വയസ്സ് ഉള്ളവർക്ക് $19.16, 20 വയസ്സുള്ളവർക്ക് $22.70. ഇഫ് യു ആർ അണ്ടർ 21 ദ പെർസെൻറ്റേജ് ആർ എൻറ്റൈറ്റിൽ മേ ബി ഹയർ. നമുക്ക് ഏകദേശം 20 ക്രോസ് ചെയ്യുമ്പം 21ൻ്റെ പേ ആണ് സാധാരണ തരുന്നത്. അപ്പോൾ ഇതാണ് 22.70 എങ്കിലും കിട്ടണം 20 വയസ്സുള്ളവർക്ക്. 21 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ $24.10 പെർ അവർ റേറ്റ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എത്ര നമ്പർ ഓഫ് അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം? 24 മണിക്കൂറാണ് ഒരാഴ്ച ജോലി ചെയ്യാമെന്ന്. ഫോർട്ട്നൈറ്റ്ലി ആണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എപ്പോഴും സർക്കാർ നടത്തുക. അല്ലെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ 48 മണിക്കൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാഴ്ച 24 മണിക്കൂറിൽ എക്സീഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 30 മണിക്കൂറായെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണെന്നറിയാമല്ലോ. 48ൽ നിന്ന് 30 മൈനസ് ചെയ്ത് ബാക്കി 18 മണിക്കൂറേ ചെയ്യാവുള്ളൂ. അതിൻ്റെ ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ 48 മണിക്കൂർ എന്നുള്ള ഒരു റൂള് ബ്രീച്ച് ചെയ്താൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലെ കണ്ടീഷൻ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ വരെ ലീഡ് ചെയ്യാൻ ആവുന്ന പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ഈയിടെ നമുക്ക് ന്യൂസായിട്ട് വന്നു. കുറേ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഊബർ ചെയ്യുന്നവർക്കാണ് കൂടുതലും പണി കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ അതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഊബർ ചെയ്തപ്പോൾ ഊബറിൻ്റെ ആപ്പ് ഓൺ ആക്കി ഇടുക. ഊബറിൽ നമ്മൾ ഡ്രൈവറായിട്ടോ ഡെലിവറി ഡ്രൈവറായിട്ടോ പോകുമ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി ഇടുമ്പോൾ നമുക്ക് അതിനകത്ത് ഷിഫ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ പോയി 10 മിനിറ്റ് ചെയ്യുന്നുള്ളെങ്കിലും എത്ര അവേഴ്സ് ഓപ്പൺ ആക്കി ഇട്ടോ അത്രയും അവേഴ്സ് നിങ്ങൾ ജോലി ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു വലിയ അപകടമാണ് കേട്ടോ. ഊബർ ഡ്രൈവിംഗ് ചെയ്യുന്നവർ നോക്കുക. വർക്ക് റെസ്ട്രിക്ഷൻ ഉള്ളവർക്ക് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. ഊബർ, ദീദി പോലത്തെ ഡെലിവറി ആപ്സിൽ ഈ നമ്പർ ഓഫ് അവേഴ്സ് ഓൺ ആക്കി ഇടുന്നത് നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പേരെയും ഡിറ്റക്റ്റ് ചെയ്തത് തെളിവായിട്ട്. അപ്പോൾ ഊബർ ചെയ്യുന്നവർക്കൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയിലിരിക്കട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പണി തരണമെന്നുണ്ടെങ്കിൽ ഊബറിൽ എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് ഓപ്പൺ ആക്കി ഇടുന്നത് കൂട്ടി വെക്കണം അല്ലേ. അപ്പോൾ ജോലി ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷേ ജോലി ഇല്ലാത്ത സമയത്തല്ല, പഠിത്തം ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണേൽ അത് ചെയ്യാം. ബ്രേക്ക് സമയത്ത് യു ഹാവ് ഫുൾ വർക്ക് റൈറ്റ്സ്. വേറാസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വർക്ക് റൈറ്റ്സ് ഈ 24 അവേഴ്സ് പെർ വീക്ക് അല്ലെങ്കിൽ 48 അവേഴ്സ് ഫോർട്ട്നൈറ്റേ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വർക്ക് റൈറ്റ്സ് ആക്റ്റീവ് ആവുള്ളൂ. അതിന് മുന്നേ ഉള്ള സമയം നിങ്ങൾക്ക് വർക്ക് റൈറ്റ്സ് ഇല്ല. അപ്പോൾ ക്ലാസ്സിന് മുന്നേ വന്നിറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് വർക്ക് റൈറ്റ്സ് ഇല്ല. അതുപോലെ വേറൊരു ചോദ്യം വരാനുള്ള ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവറാണ്. നിങ്ങൾ ലാൻഡ് ചെയ്ത ആ ദിവസം തൊട്ടുള്ള ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ OSHC സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള പീരീഡിൽ നിങ്ങൾ ഇൻഷുറൻസിൽ കവേർഡ് അല്ല. അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണും വരയ്ക്കും. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.